ഹായ്. അപ്പോൾ നനച്ചുള്ളി പണിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ സ്റ്റാർട്ടിങ്. ഇത് അലമാരയൊക്കെ ഒതുക്കി അടുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണ്ട. അല്ലെങ്കിലും ഇപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ചെയ്യണത് തന്നെയാണ്. എന്നാലും ഇപ്പോൾ നമ്മൾ നനച്ചുള്ളി പണിയൊക്കെ ആകുമ്പോൾ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കുമല്ലോ എല്ലായിടത്തും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫ്രീ ആകുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നിൽക്കൽ. അപ്പോൾ അതാ ഡ്രസ്സൊക്കെ മടക്കി വെക്കണതിൻ്റെ കൂട്ടത്തിൽ ഞാനിതാ എൻ്റെ കല്യാണ സാരി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ സാരി. നല്ല മറൂണ് കളറാണ് കേട്ടോ. നല്ല ഗോൾഡൻ കളർ വർക്കാണ് നിറയെ വന്നിട്ടുള്ളത്. ഇതാണ് ബ്ലൗസിൻ്റെ കൈയിൻ്റെ ആ ഒരു ഭാഗത്തും കുറച്ച് വർക്കുണ്ട്. പിന്നെ സാരി ഇതാ അതിന് കൂടെ ഒരു നെറ്റും ഉണ്ട് കേട്ടോ. സാരി ഇതാ മെറൂണ് കളറാണ്. നല്ല കസവിൻ്റെ നല്ല നിറയെ വർക്കാണ്. നല്ല വെയിറ്റും ഉണ്ട് സംഭവം. അപ്പം ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പുതിയണ്ണങ്ങൾക്ക് ഇപ്പോൾ ഇത് അരിക്കുത്ത്, മൈലാഞ്ചി കല്യാണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സാരി ഇപ്പം ഇങ്ങനത്തതൊക്കെയാണല്ലോ. അപ്പം നമ്മൾ കയ്യിലുണ്ടാകുമ്പോൾ ഞാൻ പറയും ജസ്ലിമോളോട് എൻ്റെയൊക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ കല്യാണത്തിനൊന്നും ആയിട്ടില്ല, 7ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ. അപ്പം ഞാൻ അവളോട് പറയണേ എൻ്റെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മച്ചിൻ്റെ ഈ സാരി എനിക്ക് അരിക്കുത്തിനും പിന്നെ മൈലാഞ്ചി കല്യാണത്തിനൊക്കെ ഇടാം. അപ്പം നമ്മളെ കയ്യിലുണ്ടാകുമ്പോൾ വേറെ ഓടിയും വേണ്ട. അപ്പം ഞാൻ അവളോട് പറയും ചിലപ്പോൾ അപ്പോത്തിനൊക്കെ ഇതൊക്കെ മോഡലൊക്കെ എടുത്തു പോവും. അരിക്കുത്തും മൈലാഞ്ചി കല്യാണം ഒന്നും ഉണ്ടാവില്ല, ട്രെൻഡൊക്കെ പോവും. അപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ സംഭവങ്ങളാണ് ഇക്കാരം വരില്ലേന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കയ്യിലുള്ള ഈ സാരി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു നോക്കേണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ സാരി. അപ്പോൾ സാരി എങ്ങനെയുണ്ട്, ഇഷ്ടമായ? അതേപോലെ കല്യാണത്തിൻ്റെ വീഡിയോ കാണണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എത്ര ഉള്ളൂ. ടാറ്റാ.